അൻഹു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ തീക്കനലുകൾ ഉണ്ടാക്കിയിട്ട് ആ കനലിലൂടെയാണ് കിടത്തിക്കൊണ്ട് വലിച്ചഴിച്ചിരുന്നത്. പിന്നീട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട്, ഖബ്ബാബേ, താങ്കൾ അനുഭവിച്ച പീഡനങ്ങളൊന്ന് വിവരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ ലജ്ജ കൊണ്ടും വിഷമം കൊണ്ടും അത് വിവരിക്കുന്നതിന് പകരം അദ്ദേഹം തന്റെ മേൽമുണ്ട് ശരീരത്തിൽ നിന്ന് മാറ്റി കാണിച്ചു കൊടുത്തപ്പോൾ, പുറംഭാഗം കണ്ടപ്പോൾ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഞെട്ടിത്തെറിച്ചു പോയി. കാരണം എന്താ? അവിടെയുണ്ട് വലിയ വലിയ കുഴികൾ, പുറഭാഗത്ത്, ശരീരത്തിന്റെ പുറഭാഗത്ത് വലിയ കുഴികൾ. ഇതെന്താണ് ഖബ്ബാബ് എന്ന് ചോദിച്ചപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് ഖുറൈശികൾ എന്നെ വിറകുകൾ കൊണ്ടുവന്ന് ശേഖരിച്ചു വെച്ചിട്ട് ആ വിറകുകൾ കത്തിച്ച് ആ വിറകുകൾ കനലുകളായിട്ട് മാറുമ്പോൾ എന്നെ പൂർണ്ണനായി നഗ്നനാക്കിയ ആ വിറകളുടെ മുകളിലേക്ക് കിടത്തിയിട്ട് അവർ എന്നെ വലിച്ചിഴക്കുമായിരുന്നു. ആ വലിച്ചിഴക്കുമ്പോൾ എൻ്റെ എല്ലുകളിൽ നിന്ന് മാംസങ്ങൾ ഉതിർന്നു വീഴുമായിരുന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന നീരുകളേറ്റിട്ടാണ് എന്നെ കത്തിച്ചിരുന്ന കനലുകൾ അത് ശമിച്ചു പോയത് എന്ന് കൂടി പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എത്ര കണ്ട് വേദന, എത്ര കണ്ട് പീഡനങ്ങൾ, എത്ര കണ്ട് പ്രയാസങ്ങൾ അവരനുഭവിച്ചു. ഈ സമയത്തൊക്കെ ഒന്നവർ പറഞ്ഞാൽ മതിയായിരുന്നു, ലാത്തയാണ് ഞങ്ങളുടെ ദൈവം, ഉസ്സയാണ് ഞങ്ങളുടെ ദൈവം എന്നൊരു വാക്ക് പറഞ്ഞാൽ പീഡനങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ പീഡന പർവ്വങ്ങളെ തെളിഞ്ഞ മനസ്സോടുകൂടി, വിശാലമായ ഹൃദയത്തോടുകൂടി, സന്തോഷത്തോടുകൂടി അവർ ഏറ്റുവാങ്ങുകയാണ്. നാളെ ഈ പീഡനങ്ങളും ഈ പ്രയാസങ്ങളും സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ കവാടമാണ്. ഈ കനൽ മെത്തകൾ, ഈ കനലുകളും തീക്കുണ്ടാരങ്ങളും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് തിളച്ചു മറയുന്ന മണൽ തരികളും നാളെ സ്വർഗീയമായ പട്ടുമെത്തയായിട്ടാണ് അവരുടെ മനസ്സുകൾ അവരോട് മന്ത്രിച്ചത്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം